അപ്പോൾ പ്രേക്ഷകരെ, പൊന്നോണം ഇനി എത്തിയിരിക്കുകയാണ്. അങ്ങനെ തിരുവോണത്തിന്റെ ഇന്നലത്തെ ഉത്രാടപ്പാച്ചിലേക്ക് ക്ഷീണത്തിൽ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇന്ന് പൊന്നിൻ തിരുവോണത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് കേരളം ഒന്നാകെ. അങ്ങനെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൂക്കാലം ആശംസിച്ച് മലയാളികൾ ഇപ്പോൾ ഓണം ആഘോഷിക്കുകയാണ്. നന്മയുടെയും ഒത്തൊരുമയുടെയും പാഠം പുതിയ തലമുറയ്ക്ക് കൈമാറുകയാണ് ഈ തിരുവോണക്കാലം. നാടെങ്ങും ആഘോഷത്തിലാണ്. മഴ മാറി മാനം തെളിഞ്ഞതോടെ ആവേശം കൊടുമുടി കയറി. പൂരാടവും ഉത്രാടവും വെളുത്തതോടെ ഓണത്തിന്റെ ഒരുക്കങ്ങൾ പതിവിലും ഗംഭീരമായി. പൂക്കളെല്ലാം രാത്രിയോടെ ഒരുക്കിയതിനാൽ ഇനി പൂക്കളമിട്ടാൽ മതി. പിന്നെ ഓണക്കോടി. പുത്തനുടുപ്പിട്ട് വേണം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ. അത് കഴിഞ്ഞ് ഓണസദ്യ. പരിപ്പും പഴവും പപ്പടവും കൂട്ടി സദ്യ. മേമ്പൊടിയായി പ്രഥമനും. ആചാരാനുഷ്ഠാനങ്ങൾ ഏറെയുണ്ടെങ്കിലും അടിസ്ഥാനപരമായി വിളവെടുപ്പ് ആഘോഷമാണ് ഓണം. കാർഷിക വൃത്തി ഉപജീവനമായിരുന്ന കാലത്ത് ഈ വിളവെടുപ്പുത്സവം പ്രസക്തമായിരുന്നു. ഇന്ന് കൃഷിയും വിളവെടുപ്പും ഇല്ലെങ്കിലും ഈ പൈതൃകോത്സവം നമുക്ക് ആവേശമാണ്. കൂടിച്ചേരലിന്റെ, ഒത്തുകൂടലിന്റെ, സ്നേഹം പങ്കുവയ്ക്കലിന്റെ എല്ലാം നിറവിലാണ് ഓണാഘോഷം. ഈ ഓണക്കാലത്തിന് കണ്ണീരുപ്പിന്റെ നനവുണ്ട്. അതുകൊണ്ട് ആർഭാടങ്ങളും കുറവാണ്. സമത്വ സുന്ദരമായ, എല്ലാവരും ഒരുപോലെ വാണിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മ പെരുമഴയാണ് ഓരോ ഓണക്കാലവും. തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലും ഓണം ആവേശമാക്കുകയാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. ഏത് നാട്ടിലായാലും എത്ര തിരക്കിലായാലും ഓണം ആഘോഷിക്കാതിരിക്കാൻ മലയാളിക്കാവില്ല. വൻമരത്തിന്റെ വേരുകൾ ആഴത്തിലേക്കിറങ്ങുന്നത് പോലെ എത്ര ഉയരത്തിലേക്ക് നമ്മൾ ഉയരുന്നുവോ അത്രമാത്രം പൈതൃക പെരുമയിലേക്ക് നമ്മൾ ഊളിയിടുക കൂടിയാണ്. സഹജീവി സ്നേഹത്തിനൊപ്പം ഒത്തൊരുമയുടെയും നന്മയുടെയും പാഠം കൂടിയാവട്ടെ ഈ ഓണക്കാലം. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ തിരുവോണ ദിന ആശംസകൾ.